വേദിയിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, 2021 അധികാരത്തിൽ വന്ന LDF സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷ പരിപാടികൾക്കാണ് ഇന്ന് തുടക്കമിട്ടിട്ടുള്ളത്. 2021 അധികാരത്തിൽ വരുന്നതിന് മുൻപുള്ള 5 വർഷക്കാലം 2016 മുതൽ 2021 വരെയും LDF സർക്കാരാണ് ഇവിടെ അധികാരത്തിലുണ്ടായത്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ 2016 കേരളത്തിൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും ഇപ്പോഴും ഓർമ്മയിൽ പച്ചപിടിച്ച് നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. 9 വർഷമായെങ്കിലും ആ കാലം അത്ര വേഗം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. 2016 കേരളീയർ പൊതുവിൽ വല്ലാത്തൊരു നിരാശയിലായിരുന്നു. അതിന് പ്രധാന കാരണം നാട് ഒരു മേഖലയിലും മുന്നോട്ട് പോകുന്നില്ല എന്നതാണ്. അത് വെച്ചുകൊണ്ട് എൻ്റെ നാടിങ്ങനെയായിപ്പോയി, ഇതിന് മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നൊരു ശാപവാക്കുകൾ ചൊരിയുന്ന ജനങ്ങളെയാണ് ആ കാലത്ത് കാണാൻ കഴിഞ്ഞിരുന്നത്. ആ നാടിൻ്റെ മുന്നിലാണ്, ജനങ്ങളുടെ മുന്നിലാണ് LDF എങ്ങനെയെല്ലാം നാടിനെ മാറ്റാൻ കഴിയും എന്ന ഒരു പദ്ധതി മുന്നോട്ട് വെച്ചത്. അതായിരുന്നു 2016 പ്രകടന പത്രിക. എല്ലാ മേഖലയെക്കുറിച്ചും അന്ന് കേരളം നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും അതിൽ പരാമർശിച്ചിരുന്നു. പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ആ പ്രകടന പത്രിക ജനങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചു. അങ്ങനെയാണ് LDFനെ ഭരണത്തിലേറ്റുന്നത്. ഭരണത്തിലേറിയ LDF സർക്കാരിന് വലിയ വെല്ലുവിളികളാണ് നേരിടേണ്ടി വന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കുക എന്നത് ഏറ്റവും പ്രധാന വെല്ലുവിളിയായി മാറി. ആദ്യ മന്ത്രിസഭ തന്നെ 2016 ഒരു കാര്യത്തിൽ എങ്ങനെയാണ് സർക്കാർ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ദിശ വ്യക്തമാക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ 600 രൂപ മാത്രമായിരുന്നു. അത് 18 മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നു. ആദ്യ മന്ത്രിസഭാ യോഗം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചു. നമ്മുടെ നാടിൻ്റെ പാവപ്പെട്ട ജനവിഭാഗങ്ങളോട് സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന സമീപനമെന്ത് എന്നാണ്
അതിലൂടെ വ്യക്തമായത്. അതിൻ്റെ തുടർച്ചയായി ആ ക്ഷേമ പെൻഷൻ മെല്ലെ മെല്ലെ വർധനവ് തുടങ്ങി. 600 രൂപയുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ 1600 രൂപയായി. നമ്മുടെ സംസ്ഥാനത്തെ 60 ലക്ഷം പേർക്ക് ആ പെൻഷൻ നൽകുന്ന സ്ഥിതിയും വന്നു. ഇവിടെ കേരളത്തിൻ്റെ എല്ലാ കുടുംബങ്ങളും താല്പര്യപൂർവ്വം നോക്കുന്ന കാര്യമാണ് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ. നിർഭാഗ്യവശാൽ 2016 മുൻപുള്ള കാലം ഓരോ കുടുംബവും വല്ലാത്തൊരു ആധിയിലാവുകയായിരുന്നു. കുട്ടികളുടെ പഠനം, അതിനുള്ള സൗകര്യങ്ങൾ, നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലക്കുള്ള ഒട്ടേറെ ന്യൂനതകൾ, ഇതിനെക്കുറിച്ചെല്ലാം എല്ലാ കുടുംബങ്ങളിലും വേവലാതികളുണ്ടായി. നമ്മുടെ പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിന് വേറെ പ്രയാസമൊന്നുള്ളതല്ല. കാരണം പ്രസ്സിൽ അച്ചടിക്കാൻ കൊടുത്താൽ കൃത്യമായത് അച്ചടിച്ച് കിട്ടുന്ന കാര്യമാണ്. പക്ഷേ ആ കാലത്ത് പാഠപുസ്തകങ്ങളുടെ പാഠഭാഗങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കുട്ടികൾക്ക് ക്ലാസ്സിൽ പോകേണ്ട, പഠിക്കേണ്ട ഗതികേടുണ്ടായി. എത്രമാത്രം തകർന്നടിഞ്ഞ രംഗമായിരുന്നു അത് എന്നാണ് അത് വ്യക്തമാക്കുന്നത്. നമ്മുടെ വിദ്യാലയങ്ങൾ, പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാലയങ്ങൾ വല്ലാത്ത ദുരിതത്തിൽ. പൊട്ടിപ്പൊളിഞ്ഞ ബെഞ്ചുകൾ, വലിയ തോതിൽ അപകടാവസ്ഥയിലുള്ള പല സ്കൂൾ കെട്ടിടങ്ങൾ, എല്ലാം കൊണ്ടും ഒരു ജീർണത ബാധിച്ച അവസ്ഥ. കുട്ടികളാണെങ്കിൽ ഈ സ്കൂളിൽ പഠിക്കേണ്ട എന്ന നിലപാടിൽ, രക്ഷിതാക്കളും തൻ്റെ കുട്ടി ഈ സ്കൂളിൽ പഠിക്കേണ്ട എന്ന നിലയിൽ 5 ലക്ഷത്തോളം കുട്ടികൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കൊഴിഞ്ഞുപോയി. നമ്മുടെ വിദ്യാഭ്യാസ രംഗം ആദായത്തിൻ്റെ ഭാഗമായി കണക്കുകൂട്ടൽ തുടങ്ങി. ഒരു പുതിയ പദം ആ കാലത്ത് വന്നു, അനാദായകരം. ആ പട്ടികയിൽപ്പെടുത്തി വലിയൊരു ലിസ്റ്റ് തയ്യാറാക്കി. അതിലൂടെ സ്കൂളുകൾ അടച്ചുപൂട്ടൽ ആരംഭിച്ചു. ഇതായിരുന്നു 2016 അവസ്ഥ. അവിടെയാണ് LDF സർക്കാർ ഒരു മിഷൻ പ്രോഗ്രാം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പേരിൽ ആരംഭിച്ചത്. നിങ്ങളെല്ലാവരും അതിൽ പങ്കുവഹിച്ചവരാണ്. നാടും നാട്ടുകാരും, സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്താക്കളും പൂർവ്വ വിദ്യാർത്ഥികളും തദ്ദേശഭരണ സ്ഥാപനങ്ങളും മറ്റ് ജനപ്രതിനിധികളും എല്ലാം കൂടെ സർക്കാരും ചേർന്നു. അതിൽ കൃത്യമായി
സ്കൂളുകളിൽ വരേണ്ട മാറ്റം എന്ത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ സർക്കാരിനുണ്ടായി. അതിൻ്റെ ഭാഗമായി ഇടപെടൽ വന്നപ്പോൾ നാടും ജനങ്ങളും പൂർണ്ണമായി അതിനോടൊപ്പം നിന്നു. കാരണം നമ്മുടെ കുട്ടികളുടെ പഠനത്തിൻ്റെ പ്രശ്നമാണ്, നാടിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ്. 5000 കോടി രൂപ ഇതിനായി നമ്മുടെ സംസ്ഥാനത്ത് ചെലവഴിച്ചു. അതിലൂടെ സ്കൂൾ കെട്ടിടങ്ങളുടെ നവീകരണം നടന്നു, പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ വന്നു, സ്മാർട്ട് ക്ലാസ് റൂമുകൾ വന്നു, സ്കൂളുകൾ ഹൈടെക്കായി മാറി, നല്ല ലാബ് സൗകര്യം, നല്ല ലൈബ്രറി, കുട്ടികൾക്ക് ആവശ്യമായ മറ്റ് ആധുനിക കാലത്തിന് ചേർന്ന സൗകര്യങ്ങൾ, ആവശ്യമായ ശുചിമുറികൾ എല്ലാം നല്ല രീതിയിൽ ഒരുങ്ങി. 5 ലക്ഷം കൊഴിഞ്ഞു പോയ സ്ഥാനത്ത് 10 ലക്ഷത്തിൽ പരം കുട്ടികൾ പുതുതായി ചേരുന്ന അവസ്ഥയുണ്ടായി. ഇത് LDF സർക്കാർ 2016 അധികാരത്തിൽ വന്നുകൊണ്ട് മാത്രം നടന്ന കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. മറിച്ചൊന്ന് ചിന്തിക്കുക, 2016 LDF അല്ല അധികാരത്തിൽ വന്നത്, പഴയ സർക്കാരിൻ്റെ തുടർച്ചയായിരുന്നുവെങ്കിൽ ഒരു കാര്യത്തിൽ സംശയം വേണ്ട, നമ്മുടെ നാടിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം ആകെ നശിച്ചു പോയിട്ടുണ്ടാവും. നമ്മുടെ രാജ്യത്ത് ചിലയിടങ്ങളിൽ പോയാൽ ഇവിടെ പണ്ടൊരു സ്കൂൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പ്രദേശങ്ങളുണ്ട്, ഇപ്പോൾ ആ സ്കൂളില്ല. ആ അവസ്ഥയിലേക്ക് നമ്മുടെ നാടെത്തുമായിരുന്നു. അതിനാണ് മാറ്റം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം നേരത്തെ തന്നെ പ്രൗഢിയുള്ള ഒന്നായിരുന്നു. അതിനെയാണ് ഏത് രീതിയിൽ തകർത്തു എന്നത് 2016 നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതേപോലെ നല്ല അംഗീകാരം നേടിയ ഒന്നായിരുന്നു നമ്മുടെ ആരോഗ്യരംഗം. പക്ഷേ 2016 ആയപ്പോൾ ആരോഗ്യരംഗത്ത് വലിയ തോതിലുള്ള ഇല്ലാ കഥകളാണ് കേൾക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഡോക്ടറില്ല, നേഴ്സില്ല, സ്റ്റാഫില്ല, ആവശ്യത്തിനുള്ള മരുന്നില്ല, എല്ലാം അവിടെ ചെല്ലുന്ന രോഗികൾ പുറത്തു നിന്ന് വാങ്ങേണ്ടി വരുന്നു. ഇങ്ങനെ അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥ. അവിടെയാണ് ആർദ്രം മിഷൻ കേരളത്തിൻ്റെ ആരോഗ്യരംഗം മാറ്റിത്തീർക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനും LDF സർക്കാർ പ്രഖ്യാപിച്ചത്. ആർദ്രം മിഷൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിന് വന്ന മാറ്റം അത് പിന്നീട് രാജ്യവും ലോകവും അംഗീകരിച്ചു. നമ്മുടെ കോവിഡ് മഹാമാരി ലോകം വലിയ സമ്പൽ രാഷ്ട്രങ്ങളടക്കം അതിൻ്റെ മുന്നിൽ വിറങ്ങലിച്ചു നിന്നു. സമ്പത്തിൻ്റെ പറുദീസയായി കണക്കാക്കപ്പെടുന്ന രാഷ്ട്രങ്ങൾ
അല്ലെങ്കിൽ രാഷ്ട്രം കോവിഡിന് മുന്നിൽ മുട്ടുകുത്തുന്നത് നമ്മൾ കണ്ടു. എന്തായിരുന്നു ഏറ്റവും മൂർധന്യ ദശ? വെന്റിലേറ്ററിലേക്ക് പോകണം. രോഗി വെന്റിലേറ്ററിലേക്ക് പോകുന്നു. വെന്റിലേറ്റർ സൗകര്യമില്ല. അപ്പോൾ ആ രാജ്യമോ അല്ലെങ്കിൽ ചില രാജ്യങ്ങളോ നിശ്ചിത പ്രായത്തിന് മേലെയുള്ളവർക്ക് വെന്റിലേറ്റർ സൗകര്യം കൊടുക്കേണ്ടതില്ല. അപ്പോൾ നിശ്ചിത പ്രായത്തിന് മേലെയുള്ളവർ മരിച്ചോട്ടെ, അതാണ് കണക്ക്. ഇതൊരു ഭാഗം. വേറൊരു ഭാഗം, ഒരു രോഗി വെന്റിലേറ്ററിൽ കിടത്തേണ്ട രോഗി വരുന്നു. വെന്റിലേറ്റർ ഒന്നും ഒഴിവില്ല. ഈ രോഗിയെ കിടത്തണം, വെന്റിലേറ്ററിലേക്ക് കിടത്തണം. അപ്പോൾ ഒരു ഡോക്ടറും സാധാരണഗതിയിൽ ചെയ്യാൻ തയ്യാറാകാത്ത ആ കാര്യം ചെയ്യാൻ അവിടുത്തെ ഡോക്ടർമാർ നിർബന്ധിതരാകുന്നു. എന്താണത്? വെന്റിലേറ്ററിലുള്ള ഒരു രോഗിയുടെ വെന്റിലേറ്റർ ബന്ധം വിച്ഛേദിക്കുന്നു. കൈപറച്ചുകൊണ്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. ആ രോഗിക്ക് എന്ത് സംഭവിക്കുമെന്ന് നല്ല നിശ്ചയം അവർക്കുണ്ട്. ഇയാളെ മാറ്റി പകരം ആളെ നിശ്ചയിക്കുന്നു. ഇതെല്ലാം വലിയ സമ്പൽ രാഷ്ട്രങ്ങളിൽ നടന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളം ലോകത്തിനു മുന്നിൽ അത്ഭുതമായി നിന്നു. കോവിഡിന് മുന്നിൽ മുട്ടുമടക്കേണ്ട അവസ്ഥ കേരളത്തിനുണ്ടായില്ല. കോവിഡ് ഏറ്റവും മൂർധന്യ ദശയിൽ കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ആവശ്യത്തിനുള്ള ഹോസ്പിറ്റൽ ബെഡുകൾ, ഓക്സിജൻ ബെഡുകൾ, ICU ബെഡുകൾ, വെന്റിലേറ്ററുകൾ എല്ലാം ഒഴിവുണ്ടായിരുന്നു. ഒന്നിനും കുറവുണ്ടായില്ല. എന്തുകൊണ്ടാണത്? ആർദ്രം മിഷനിലൂടെ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ സൗകര്യങ്ങൾ വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരുന്നു. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയത് മാത്രമല്ല, താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ, അതോടൊപ്പം മെഡിക്കൽ കോളേജുകൾക്ക് പ്രത്യേക മാസ്റ്റർ പ്ലാൻ. ആ മാറ്റം കോവിഡ് വരാൻ പോകുന്നുവെന്ന് കണ്ടുകൊണ്ടല്ല, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായ പരിരക്ഷ ലഭിക്കണം, കൃത്യസമയത്ത് ആരോഗ്യ സേവനം ലഭിക്കണം. അതിനുള്ള ശാക്തീകരണമാണ് ആരോഗ്യരംഗത്തിന് നാം വരുത്തിയത്. അതിനിടക്കാണ് കോവിഡ് വന്നത്. ഈ ശാക്തീകരണം കാരണമാണ് കോവിഡിന് മുന്നിൽ മുട്ടുമടക്കേണ്ട അവസ്ഥ നമുക്ക് വരാതിരുന്നത്. നമ്മുടെ നാട് വല്ലാതെ വേദനിച്ച് കഴിഞ്ഞ കാലം. ഇവിടുന്ന് ഇങ്ങോട്ട് പോയി മഞ്ചേശ്വരം കഴിഞ്ഞ് തലപ്പാടി കഴിഞ്ഞങ്ങ് പോകുമ്പോൾ പിന്നെ കർണാടകയിൽ നല്ല റോഡുകൾ ആളുകൾ കാണുന്നു. അപ്പുറത്ത് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നല്ല റോഡുകൾ കാണുന്നു. നമ്മുടെ മലയാളി രാജ്യത്തെല്ലായിടവുമുണ്ട്, ലോകത്തെല്ലായിടവുമുണ്ട്. അവിടങ്ങളിലെല്ലാം അവർ മനോഹരമായ റോഡുകളിലൂടെ സഞ്ചരിക്കുന്നു.
നമ്മുടെ നാടിൻ്റെ അവസ്ഥ വല്ലാത്ത ഗതികേട്. നല്ല റോഡില്ല. നാഷണൽ ഹൈവേ പഞ്ചായത്ത് റോഡിനേക്കാളും മോശം, വില്ലേജ് റോഡുകളേക്കാളും മോശം. നാഷണൽ ഹൈവേ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരിടപെടലും ഉണ്ടായില്ല. ജനങ്ങൾ ഇതിനൊന്നും ഒരു മാറ്റവും വരില്ല എന്ന് ശപിക്കുന്ന കാലം. ഇവിടെ നാം ഓർക്കേണ്ട കാര്യം, നാഷണൽ ഹൈവേയുടെ വീതി എത്ര വേണം എന്നതിനെക്കുറിച്ച് ചില തർക്കങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. ആ തർക്കത്തിന് UDF ഗവൺമെൻറ് കാലത്ത് ഒരു സർവകക്ഷി യോഗം ചേർന്ന് പരിഹാരം കണ്ടു. ആ സർവകക്ഷി യോഗത്തിൽ 45 മീറ്റർ വീതിയിൽ സ്ഥലമെടുക്കാമെന്ന് തീരുമാനിച്ചു. കാണേണ്ടത് 45 മീറ്റർ വീതിയിൽ സ്ഥലമെടുക്കണമെങ്കിൽ അതിന് സംസ്ഥാന സർക്കാർ സ്ഥലം എടുത്തു കൊടുക്കണം. നമുക്ക് സാമ്പത്തിക ബാധ്യതയൊന്നുമില്ല. നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് സ്ഥലത്തിൻ്റെ വിലയടക്കം കൊടുക്കുക. റോഡ് നിർമ്മാണം നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. പക്ഷേ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കേണ്ടത് സർക്കാരാണ്, സംസ്ഥാന സർക്കാരാണ്. അത്യന്തം നിർഭാഗ്യകരമായ അവസ്ഥയാണ് ഈ കാര്യത്തിനുണ്ടായത്. ഒരു നടപടിയും എടുത്തില്ല. സ്ഥലമേറ്റെടുക്കാൻ പുറപ്പെട്ടപ്പോൾ ചിലർ അതിന് തടസ്സം പറഞ്ഞു. ആ തടസ്സം അംഗീകരിക്കാനല്ല സർക്കാർ തയ്യാറാകേണ്ടത്. റോഡ് വന്നാലുള്ള നാടിൻ്റെ മാറ്റം, ജനങ്ങൾക്കുള്ള സൗകര്യം, അത് നാടിനുണ്ടാക്കുന്ന പുരോഗതി, നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് ആ പദ്ധതി എത്ര കണ്ട് ആവശ്യമാണ്, ഇതെല്ലാമാണ് ഒരു സർക്കാർ ചിന്തിക്കേണ്ടത്. പക്ഷേ സർക്കാരിനെ പിന്താങ്ങുന്നവരും ഒപ്പമുള്ളവരുമായ ചിലർ തടസ്സം നിന്നപ്പോൾ അവിടെ ഇട്ടു. ഒരിഞ്ച് മുന്നോട്ട് പോയില്ല. എന്ത് സംഭവിച്ചു? നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആൾക്കാർ പലവട്ടം സമീപിച്ചു, ഒരു ഫലവുമില്ല, അവർ തിരിച്ചുപോയി. 2016 ശേഷം LDF അധികാരത്തിൽ വന്നപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ നമുക്ക് പിഴ കൊടുക്കേണ്ടി വന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ കടുത്ത വിലയാണ്, ഒരു ഭാഗം നിങ്ങൾ വഹിക്കണം. തർക്കമായി. ഇന്ത്യയിൽ എവിടെയുമില്ല, നേരത്തെയുമില്ല, അപ്പോഴുമില്ല, ഇപ്പോഴുമില്ല, ഒരു സംസ്ഥാനവും നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വേണ്ടിയുള്ള സ്ഥലമെടുക്കുന്നതിന് പണം കൊടുക്കേണ്ടി വരുന്നില്ല. പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു, ഞങ്ങൾക്ക് ഈ പണം കൊടുത്തുകൊണ്ട് സ്ഥലമെടുക്കാൻ കഴിയില്ല, നമ്മുടെ മുന്നിൽ വഴിയില്ല. അവസാനം ചർച്ചയായി, ഒത്തുതീർപ്പായി. 25% സംസ്ഥാനം കൊടുക്കണം,
5600 കോടി രൂപ സംസ്ഥാനത്തിന് കൊടുക്കേണ്ടി വന്നു. ഒരു സംസ്ഥാനവും ഇത്തരമൊരു പിഴ കൊടുക്കേണ്ടി വന്നിട്ടില്ല. UDF കാണിച്ച കെടുകാര്യസ്ഥതയ്ക്ക് നാം കൊടുക്കേണ്ടി വന്ന പിഴ ഇപ്പോൾ നാഷണൽ ഹൈവേ എവിടെ കിടക്കുന്നുവെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. നമ്മുടെ നാടിൻ്റെ ഗതാഗത സൗകര്യം വലിയ തോതിൽ വർദ്ധിക്കുന്നു. ഏതാനും മാസങ്ങൾ കൊണ്ട് ഈ ഭാഗം ഏറെക്കുറെ പൂർത്തിയാകാൻ പോകുന്നു. ഇതിൽ ചില ഭാഗം ഏതാനും സമയം കഴിയുമ്പോൾ തന്നെ പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നു. വലിയ മാറ്റം കേരളത്തിൻ്റെ ഗതാഗത രംഗത്തുണ്ടാകുന്നു. ഇതുപോലെ തന്നെ നടപ്പാക്കാൻ പുറപ്പെട്ട് ഇവിടെയൊന്നും നടക്കില്ല എന്ന ധാരണയിൽ തിരിച്ചുപോയവരായിരുന്നു ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അവർ ഗെയിൽ പൈപ്പ് ലൈൻ ഇടാൻ വന്നവരായിരുന്നു. ഒരു പുരോഗതിയും ഉണ്ടായില്ല. 2016 ശേഷം ഗെയിലുകാരെ തിരിച്ചു വിളിച്ചു LDF സർക്കാർ. നേരത്തെ തന്നെ അത് പൂർത്തിയായി. ഇപ്പോൾ സുഗമമായി ഗ്യാസ് അതിലൂടെ പ്രവഹിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ചില പ്രദേശങ്ങളിൽ അടുക്കളയിൽ പാചക ഗ്യാസായി ഈ ഗ്യാസ് എത്തുന്നു. സിറ്റി ഗ്യാസ് പദ്ധതി നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. നമ്മുടെ നാടിൻ്റെ ദുർഗതിയാണ് നാം ഓർക്കേണ്ടത്. ഇതൊക്കെ നാടിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്, അതിനെയാണ് തടസ്സപ്പെടുത്തിയത്. 2016 മുൻപുള്ള അവസ്ഥ നാം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത്. അത് എടമൺ കൊച്ചി പവർ ഹൈവേയുടെ കാര്യമാണ്. ആ പവർ ഹൈവേ നിർമ്മാണം ആരംഭിച്ചു. കേരളത്തിൽ ഒരിടത്തെത്തി, പിന്നെ മുന്നോട്ട് പോകുന്നില്ല. ഗവൺമെൻറ് അവിടെ ഇട്ടു. അവിടെ ചിലർ എതിർക്കാൻ തയ്യാറായപ്പോൾ ആ എതിർപ്പിന് വഴങ്ങിക്കൊടുത്തു. അത് ഉപേക്ഷിച്ച് പവർ ഗ്രിഡ് കോർപ്പറേഷൻ തിരിച്ചുപോയി. 2016 അവരെ തിരിച്ചു വിളിച്ചു. പ്രവൃത്തി ആരംഭിക്കാൻ പറഞ്ഞു. നേരത്തെ തടസ്സപ്പെടുത്തിയവർ വീണ്ടും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ഏതായാലും ആ പണി പൂർത്തിയായി. അതിലൂടെ വൈദ്യുതി ഇപ്പോൾ പ്രവഹിക്കുകയാണ്. ഒരു നാടിനാവശ്യമായ, നാടിൻ്റെ മുന്നോട്ട് പോക്കിന് ഒഴിച്ചുകൂടാത്ത ഇത്തരം കാര്യങ്ങളിലടക്കം അലംഭാവം കാണിച്ചവരായിരുന്നു നമ്മുടെ 2016 മുൻപുള്ള UDF സർക്കാർ. അതിനാണ് മാറ്റം വന്നത്. വലിയ തോതിലുള്ള പശ്ചാത്തല സൗകര്യ വികസനം. അതിൻ്റെ ഭാഗമായി നാഷണൽ ഹൈവേ മാത്രമല്ല, മലയോര ഹൈവേ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. തീരദേശ ഹൈവേ പുരോഗമിക്കുന്നു. ഇതെല്ലാം പൂർത്തിയാകുമ്പോൾ കേരളത്തിൻ്റെ ഗതാഗത മേഖലയിൽ വലിയ മാറ്റവും പുരോഗതിയുമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെയാണ് കോവളം മുതൽ ഇവിടെ ബേക്കൽ വരെ എത്തുന്ന ജലപാതയുടെ നിർമ്മാണം. ജലപാത
600 കിലോമീറ്ററോളം ജലപാത എന്ന് പറയുമ്പോൾ അത് കേരളത്തിൻ്റെ പ്രകൃതി രമണീയത കണ്ട് ആസ്വദിക്കാൻ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വൻപിച്ച ഹരമായി മാറും. വലിയ തോതിലുള്ള ആകർഷകത്വം ആ ജലപാതക്ക് വന്നു ചേരും. അതിൻ്റെ നിർമ്മാണം അതിവേഗതയിൽ നടക്കുകയാണ്. ഏതാനും നാളുകൾ കൊണ്ട് നല്ലൊരു ഭാഗം പൂർത്തീകരിക്കാൻ കഴിയും. ഇവിടെയും കണ്ണൂരും വടകരയുടെ ചില ഭാഗങ്ങളിലും പുതിയ കനാൽ വരേണ്ടതുണ്ട്. അതിനുള്ള പ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് താമസം അതിനുണ്ടാകാം. എന്നാൽ മറ്റു ഭാഗങ്ങൾ നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമാകാനാണ് പോകുന്നത്. ഇതോടൊപ്പം നമ്മുടെ റോഡുകൾ, നമ്മുടെ പാലങ്ങൾ അതെല്ലാം ലോകോത്തര നിലവാരത്തിലുള്ളവയായി മാറുന്നു. എല്ലാം വലിയ മാറ്റത്തിന് വിധേയമായിരിക്കുന്നു. നാട് എങ്ങനെ മാറുന്നു എന്നതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെ വികസിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി കേരളത്തെ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നു. എങ്ങനെയാണ് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത്? നമ്മുടെ നാടിന് വിഭവശേഷിയിൽ കുറവുണ്ടായിരുന്നു. ആ വിഭവശേഷി നല്ലതുപോലെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമം നാം നടത്തി. പക്ഷേ അത് പെട്ടെന്ന് ഒരു മായാവിദ്യ പോലെ സാധിക്കുന്നൊരു കാര്യമല്ല. അവിടെയാണ് നാം ഒരു ശാസ്ത്രീയ സമീപനത്തിലൂടെ നമ്മുടെ തന്നെ വിഭവത്തെ ഉപയോഗിച്ച് ഒരു പുതിയ വഴിയിലൂടെ എങ്ങനെ ബജറ്റിന് പുറത്തുള്ള വിഭവശേഷി ഒരുക്കാം എന്ന് 2016 ഗവൺമെൻറ് കാണിച്ചത്. അതാണ് പുതിയ നിയമഭേദഗതിയിലൂടെ വന്ന കിഫ്ബിയെ ശാക്തീകരിക്കുന്നതിനുള്ള ഭേദഗതി കൊണ്ടുവന്നു. അങ്ങനെ വന്നപ്പോൾ കിഫ്ബി വഴി 2016 മുതൽ 2021 വരെയുള്ള 5 വർഷക്കാലം 50,000 കോടി രൂപയുടെ പദ്ധതികൾ ഏറ്റെടുക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പല പദ്ധതികളിലും കിഫ്ബിയുടെ പണം നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട്. അത് വന്നപ്പോൾ നമുക്ക് നമ്മുടെ നാടിൻ്റെ വികസനം, അതിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ കഴിയും. ഇവിടെ കിഫ്ബിയെ പരിഹസിച്ചവരുണ്ട്, എതിർത്തവരുണ്ട്, വലിയ തോതിൽ ആക്ഷേപിച്ചവരുണ്ട്. പക്ഷേ എവിടെ തിരിഞ്ഞു നോക്കിയാലും കിഫ്ബിയുടേതായ അടയാളങ്ങൾ നമുക്ക് കാണാം. സ്കൂളുകളായി, ആശുപത്രികളായി, റോഡുകളായി, പാലങ്ങളായി, വിവിധ പദ്ധതികളായി, മറ്റു പലവിധ കെട്ടിടങ്ങളായി എല്ലാം കിഫ്ബിയുടെ ധനം ഉപയോഗിച്ച് നിർമ്മിച്ചതിൻ്റെ അടയാളങ്ങൾ കാണാൻ നമുക്ക് കഴിയുന്നു. ഇത് പിന്നെയും തുറന്നു. ഇപ്പോൾ നേരത്തെ 62,000 ഇപ്പോഴത് 90,000 കോടി രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. 90,000 കോടി രൂപയുടെ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് കിഫ്ബിയിലൂടെ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന നില വന്നിരിക്കുന്നു. ഇതാണ് കേരളത്തിന് വന്ന മാറ്റം, വലിയ മാറ്റം. പക്ഷേ നിർഭാഗ്യകരമായ ഒരന്തരീക്ഷം, ഇത്തരം മാറ്റങ്ങൾ വന്നുകൂടാ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നിർഭാഗ്യകരമായ ഒരു മാനസികാവസ്ഥയാണത്.
നമ്മുടെ നാട് കാലാനുസൃതമായി പുരോഗതി പ്രാപിക്കണമെന്നാണ് നാട്ടിലെല്ലാവരും ചിന്തിക്കുന്നത്. അതിൽ കക്ഷി വ്യത്യാസമില്ല. എല്ലാവർക്കും കേരളത്തിൽ ജീവിക്കുന്നവരെന്ന നിലക്ക് എൻ്റെ നാട് പുരോഗതി പ്രാപിക്കണം എന്ന ചിന്തയാണുള്ളത്. പക്ഷേ ചിലർ ആ മനോഭാവത്തിലല്ല. ഇപ്പോൾ ഇതൊന്നും വന്നുകൂടാ എന്നാണ്. ഇപ്പോൾ ഇതൊന്നും വന്നുകൂടാ എന്ന് ചിന്തിച്ചാൽ 2016 ശേഷമുള്ള ഈ 9 വർഷക്കാലം ഒരു പുരോഗതിയും നമ്മുടെ നാടിലുണ്ടായില്ലെങ്കിൽ നാടിന് സംഭവിക്കുന്നത് എന്താണ് എന്ന് നാം കാണണം. നാട് പുറകോട്ട് പോവുകയാണ്. മറ്റ് പ്രദേശങ്ങൾ പുരോഗതി പ്രാപിക്കുന്നു, നമ്മൾ അധോഗതി. ഇത് നമ്മുടെ ഭാവി തലമുറയോട് ചെയ്യുന്ന ഏറ്റവും ഹീനമായ കുറ്റകൃത്യമായിരിക്കും. കാലാനുസൃതമായ പുരോഗതി നാടിനുണ്ടാവണം. അതിൻ്റെ സ്വാദ് എല്ലാവർക്കും അനുഭവിക്കാനാവണം. അതിനാണ് തടസ്സം നിൽക്കുന്നത്. നിർഭാഗ്യകരമായ ഒരു കാര്യം ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് സമീപനമാണ്. ഇതൊന്നും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നമായി കാണേണ്ടതില്ല. നമ്മുടെ നാട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യ രാജ്യത്തിന് സാമ്പത്തിക ശേഷി വരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കൂടി ചേർന്നുകൊണ്ട് നൽകുന്ന സഹായത്തിലൂടെയാണ്. എല്ലാവർക്കും അതിൽ പങ്കുണ്ട്, നമുക്കും അതിൽ പങ്കുണ്ട്. ആ പങ്ക് അഭിമാനകരമായ പങ്ക് തന്നെയാണ്. അപ്പോൾ നാടിനെ സഹായിക്കാനുള്ള ബാധ്യത സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനുള്ളതാണ്. എന്നാൽ ആ ബാധ്യത നിറവേറ്റാത്ത ഒരു ഗവൺമെൻറ്റാണ് ഈ കഴിഞ്ഞ 9 വർഷക്കാലം കേന്ദ്രത്തിലുണ്ടായത് എന്നത് നമ്മുടെ തിക്തമായ അനുഭവമാണ്. സാധാരണ നിലയിലുള്ള സഹായം മാത്രമല്ല, നാം ഈ ഘട്ടത്തിൽ നേരിടേണ്ടി വന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിൽ നമ്മുടെ നാട് ഒരുപാട് ദുരന്തങ്ങൾ, മാരക രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, പ്രകൃതി ദുരന്തങ്ങൾ, ഒരു ഘട്ടത്തിൽ നിപ്പ, വേറൊരു ഘട്ടത്തിൽ ഓഖി, നൂറ്റാണ്ടിലെ മഹാപ്രളയം 2018, തൊട്ടു പിന്നാലെ 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതി. ഇതെല്ലാം നേരിട്ട നമ്മൾ ഒന്ന് നിവർന്നു നിന്ന് ശ്വാസം കഴിക്കുന്നതിന് മുൻപ് ലോകമാകെ വ്യാപിച്ച മഹാമാരി കോവിഡ്. ഒരു നാട് തകരാൻ ഇതിൽ പരം എന്ത് വേണം? ഈ ഓരോ ഘട്ടത്തിലും നമ്മെ യഥാവിധി സഹായിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് ഒരു സഹായവും ചെയ്തില്ല, ഒരു ഘട്ടത്തിലും ചെയ്തില്ല. എല്ലാം എണ്ണി ഞാൻ പറയുന്നില്ല. പക്ഷേ നൂറ്റാണ്ടിലെ മഹാപ്രളയം ഈ പ്രദേശത്ത് 2018 പ്രളയം അത്രത്തോളം ഉണ്ടായില്ല. ഇതൊഴികെ ബാക്കി എല്ലായിടങ്ങളിലും വൻപിച്ച തോതിലാണ് ഉണ്ടായത്. നാടിനെ തകർക്കുകയായിരുന്നു. കേരളത്തെ സ്നേഹിക്കുന്ന, കേരളത്തെ നെഞ്ചേറ്റിയ ലോകരാഷ്ട്രങ്ങളടക്കം വല്ലാതെ വേദനിച്ചു. ഈ നാട് എങ്ങനെ കരകയറും എന്നവർ ചിന്തിച്ചു. ആ ഘട്ടത്തിൽ നമുക്ക് സഹായം വേണമായിരുന്നു. നമ്മുടെ രാജ്യത്തുള്ള വിവിധ സംസ്ഥാനങ്ങൾ വിവിധ ദുരന്തങ്ങൾ നേരിട്ട ഘട്ടങ്ങളിൽ ആവശ്യമായ സഹായം
കേന്ദ്ര ഗവൺമെൻറ് നൽകാറുണ്ട്. ഇന്ന് പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി നേരത്തെ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് ഗുജറാത്തിനൊരു ദുരന്തം നേരിടേണ്ടി വന്നു. സഹായം വിദേശത്തു നിന്നുള്ള അടക്കം ഗുജറാത്ത് സ്വീകരിച്ചു. ആ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ നമ്മുടെ നാട് നേരിട്ട ദുരന്തത്തിൽ യഥാവിധി സഹായിക്കാൻ തയ്യാറായില്ല. സഹായിക്കാൻ തയ്യാറായവരെ തടയുന്ന നിലയുണ്ടായി. സഹായം സ്വീകരിക്കാൻ വിദേശ രാജ്യങ്ങളിൽ പോയി സഹായം സ്വീകരിക്കാൻ അവിടെയുള്ള മലയാളികൾ സ്വരൂപിച്ച് സഹായിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതിൻ്റെ മേലെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് മന്ത്രിമാരെന്ന നിലയ്ക്ക് യാത്ര ചെയ്യാൻ അനുമതി ചോദിച്ചപ്പോൾ ആ അനുമതി അടക്കം നിഷേധിച്ചു. തീർത്തും നിഷേധ സമീപനം എല്ലാ ഘട്ടത്തിലും. ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള കാര്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം, ഒരു മഹാദുരന്തം. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ആ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്ന് നിന്നു. മാനസികമായി നമുക്ക് പിന്തുണ നൽകി. പ്രധാനമന്ത്രിയും വന്നു. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുപോയി. പക്ഷേ പിന്നീട് പഴയ സമീപനം തന്നെയാണ് കണ്ടത്. നമ്മുടെ നാടിന് ആവശ്യമായ സഹായം ചെയ്യാൻ ബാധ്യതയുള്ള ഒരു സർക്കാർ അതിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്താണ് നമുക്കുള്ള കുറവ് എന്നത് ഇതേവരെ നമ്മളോട് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. നാം ഇവിടെ കാണേണ്ട കാര്യം രാജ്യത്തിൻ്റെ പൊതുവായ കാര്യങ്ങളിൽ നല്ല നിലയിൽ ഇടപെടുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. കേരളത്തെ സാധാരണ നിലക്ക് എഴുതിത്തള്ളേണ്ട ഒരു സംസ്ഥാനത്തിൻ്റെ പട്ടികയിലല്ല പെടുത്തേണ്ടത്. പക്ഷേ നമുക്കാവശ്യമായ സഹായം നൽകാൻ അറച്ചു നിൽക്കുന്ന അവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇത്രയൊന്നും ദുരന്തത്തിൻ്റെ താരതമ്യത്തിലേക്ക് നമ്മൾ പോകണ്ട. എന്നാൽ ആദ്യമേ തന്നെ സഹായം നൽകി. മറ്റ് സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകുമ്പോൾ എന്തേ കേരളത്തെ അവഗണിക്കാൻ കാരണം? എന്തുകൊണ്ട് കേരളത്തിന് അർഹതയില്ലാതാകുന്നു? ഇവിടെ പറഞ്ഞ ഒരു കാരണവും നമ്മുടെ അർഹത നിഷേധിക്കുന്നതിനിടയാക്കുന്നില്ല. അപ്പോൾ ഒരുതരം പകപോക്കൽ നയം സ്വീകരിച്ചു എന്താണ് കാണാൻ നമുക്ക് സാധിക്കുക. നമ്മളിവിടെ എല്ലാ ഘട്ടത്തിലും അതിജീവനത്തിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. ആ അതിജീവനം നല്ല നിലക്ക്
നിർവഹിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നൂറ്റാണ്ടിലെ മഹാപ്രളയത്തിന് ശേഷം കേരളത്തെ നോക്കിക്കണ്ടവർ ആശ്ചര്യത്തോടെയാണ് പ്രതികരിച്ചത്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു പുനർജീവനം കഴിഞ്ഞത്? അതിന് നമുക്കാശ്ചര്യമില്ല. കാരണം നമ്മുടെ നാടും കേരളത്തിലെ ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും, അതാണ് അസാധ്യമാണെന്ന് പലരും കരുതിയ കാര്യങ്ങൾ സാധ്യമാക്കുന്നതിന് നമുക്കിടയാക്കിയത്. ഈ കരുത്താണ് ഏതും ഏറ്റെടുക്കുന്നതിന് നമ്മുടെ സംസ്ഥാനത്തെ പ്രാപ്തമാക്കുന്നത്. ഇവിടെ കാണേണ്ടത്, നമ്മുടെ നാട് ഇത്തരമൊരു സാഹചര്യത്തിൽ തകർന്നു പോവുകയല്ല ചെയ്യുന്നത്. നമ്മൾ സാമ്പത്തികമായി സ്വന്തം കാൽ നിൽക്കാനുള്ള നല്ല ശ്രമമാണ് നടത്തിപ്പോകുന്നത്. ഇപ്പോൾ 2016 നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം കണക്കാക്കിയാൽ അത് 26% മാത്രമായിരുന്നു. ഇപ്പോൾ അത് 73%. ആ നിലയിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തെ കണക്കെടുത്താൽ 3 വർഷത്തിന് മുൻപുണ്ടായിരുന്ന 47,000 കോടിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ 81,000 കോടിയായി തനത് വരുമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു. എത്ര കണ്ടാണ് സാമ്പത്തിക രംഗത്ത് നമ്മുടേതായ ഇടപെടലും പുരോഗതിയും ഉണ്ടാകുന്നത് എന്താണ് ഇത് കാണിക്കുന്നത്? ഇത് നികുതി വരുമാനത്തിൻ്റെ കാര്യമാണ്. 47,000-ൽ നിന്ന് 81,000 പറഞ്ഞത്. എന്നാൽ എല്ലാം കൂടി ചേർന്ന തനത് വരുമാനം 55,000 കോടിയിൽ നിന്ന് 1,04,000 കോടിയായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രചരണമുണ്ടല്ലോ, കടം വല്ലാതെ വർദ്ധിക്കുന്നു, ഭീമമായ കടം. ഇവിടെ കോവിഡിൻ്റെ ഘട്ടത്തിൽ സ്വാഭാവികമായും കടത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. എന്നാൽ നാം കാണേണ്ടത് പൊതുകടവും ആഭ്യന്തര ഉൽപ്പാദനവും തമ്മിലുള്ള അന്തരം നല്ല തോതിൽ കുറഞ്ഞു വരികയാണ്. നേരത്തെ 36% അത് 34% കുറക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും കുറയാനാണ് പോകുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് ചെലവ് കാര്യങ്ങളിൽ വരുത്തിയ മാറ്റം സംസ്ഥാന സർക്കാർ കൂടുതൽ ചെലവ് വഹിക്കേണ്ടതായി വരുന്നു. കേന്ദ്ര പദ്ധതികളിലടക്കം സംസ്ഥാനം കൂടുതൽ വഹിക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ പങ്ക് കുറയുന്നു. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ ചെലവെടുത്താൽ 70% ചെലവും സംസ്ഥാന സർക്കാരാണ് വഹിച്ചത്. ഇത് കഴിഞ്ഞ മാർച്ച് 31 വരെയുള്ള നിലയാണ്. ഈ വർഷം അത് 75% എന്നാണ് സൂചനകൾ. ഇതെല്ലാം വഹിക്കാൻ എങ്ങനെയാണ് നമുക്ക് കഴിയുന്നത്? നമ്മളെ ശ്വാസം മുട്ടിക്കുകയാണല്ലോ. സാമ്പത്തിക രംഗത്ത് പലതരത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് നിന്ന്, കടമെടുക്കാൻ നിയന്ത്രണം, അർഹതപ്പെട്ടത് നിഷേധിക്കുന്ന കാര്യം, കിഫ്ബി അടക്കമുള്ള നമ്മുടെ ചില ഏജൻസികൾ നമ്മുടെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി നാം രൂപീകരിച്ച കമ്പനി എടുക്കുന്ന കടമടക്കം സംസ്ഥാനത്തിൻ്റെ കടമായി പരിഗണിക്കൽ, അതിൻ്റെ ഭാഗമായി വരുന്ന കുറവ്, അതിലെല്ലാം എത്രമാത്രം നീതികേടാണ് വരുന്നത് നോക്കണം. ഇപ്പോൾ 6,000 കോടി രൂപ നമ്മുടെ NHAIക്ക്, നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കേരളം കൊടുത്തത്
കിഫ്ബിയുടെ പണമെടുത്താണ്. അപ്പോൾ 6000 കോടി അങ്ങനെ പോയി. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ആ പണത്തിൻ്റെ മേലെ പൊതുകടമായി പരിഗണിക്കും കിഫ്ബിയുടെ കടം. അപ്പോൾ പൊതുകടമെടുക്കാനുള്ള പരിധിയിൽ കുറവ് വരുന്നു. അപ്പോൾ ആ 6000 കുറയുന്നു. ഫലത്തിൽ 12,000 കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന ഗവൺമെൻറ് വന്നു ചേരുന്നു. 6000 കൊടുത്തു, 6000 എടുക്കാൻ പറ്റുന്നത് കുറയുന്നു. ഇത്തരത്തിലുള്ള നീതികേടുകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. നമുക്ക് അർഹതപ്പെട്ട പല സമ്പത്തും നിഷേധിക്കുന്ന നില സ്വീകരിക്കുന്നു. ഇതിനെയെല്ലാം നേരിടാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചതുകൊണ്ടാണ്. 2016 നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം 5,60,000 കോടി രൂപയായിരുന്നു. ഇപ്പോൾ 13,11,000 കോടി രൂപയാണ് ഇപ്പോഴത്തെ നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം. 5-ൽ നിന്ന് 13-ലേക്കുള്ള വർധനവ്. നമ്മുടെ പ്രതിശീർഷ വരുമാനം റിസർവ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് 2016 1,48,000 രൂപയായിരുന്നു. ഇപ്പോൾ 2,28,000 രൂപയായി വർദ്ധിച്ചു എന്നാണ് കാണാൻ നമുക്ക് കഴിയുക. നല്ല മാറ്റം സാമ്പത്തിക രംഗത്ത് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള തകർച്ചയുടെ ചിത്രമല്ല നമ്മുടെ മുന്നിൽ ഉള്ളത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. നമ്മുടെ ബഹുമാനരായ മന്ത്രിമാർ പലരും ഇവിടെ സംസാരിക്കാനുണ്ട്. നമ്മുടെ നാട് കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഒട്ടേറെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തത് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടെ സംസ്ഥാനത്താണത് ആരംഭിച്ചത്. അതേപോലെ തന്നെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നമ്മുടെ സംസ്ഥാനത്താണ് ആരംഭിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഗ്രഫീൻ ഇന്നവേഷൻ സെൻറ്റർ, വാട്ടർ മെട്രോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ഇതെല്ലാം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഇൻ്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യമാകാനിരിക്കുന്നു. ജിനോം ഡാറ്റാ സെൻറ്റർ, മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം ഇതെല്ലാം നാം ഒരുക്കുകയാണ്. അതോടൊപ്പം തന്നെ മൈക്രോബയോം, ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഈ മേഖലകളിൽ മികവിൻ്റെ കേന്ദ്രങ്ങൾ ഓരോന്ന് സ്ഥാപിക്കാനുള്ള നടപടികളാണ് നാം സ്വീകരിക്കുന്നത്. 3 സയൻസ് പാർക്കുകൾ. ആ സയൻസ് പാർക്കുകൾ 3 വരുമ്പോൾ ആദ്യത്തെ നിക്ഷേപം 600 കോടി രൂപയാണ്. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളം ആധുനിക വിജ്ഞാന ഉൽപ്പാദനത്തിൻ്റെ കേന്ദ്രമായി വളരുകയാണ്. ലോകത്തെ വികസിത രാഷ്ട്രങ്ങളുടെ നിലയിലേക്ക് ഉയരാൻ നാം നല്ല ശ്രമം നടത്തുകയാണ്. ഇപ്പോൾ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ നല്ല വളർച്ച നമുക്കുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഹാർഡ്വെയറിലും സോളാർ പാനലിലും ലിഥിയം ബാറ്ററിയിലുമെല്ലാം നാം ഇടപെടുന്നു. അവയുടെയെല്ലാം ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ നാം സ്വീകരിക്കുന്നു. വ്യാവസായിക രംഗത്ത് അത്ഭുതകരമായ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി നമ്മുടെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. സംരംഭക വർഷം പദ്ധതി അത് MSME മേഖലയിലെ ബെസ്റ്റ് പ്രാക്ടീസായി കേന്ദ്ര സർക്കാരിന് തന്നെ അംഗീകരിക്കേണ്ടി വന്നു. ഈ മാർച്ച് മാസം വരെയുള്ള കണക്കെടുത്താൽ 3.5 ലക്ഷത്തിലധികം സംരംഭങ്ങൾ, 23,000 കോടിയുടെ നിക്ഷേപം,
7.5 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ, ഇതെല്ലാം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. നിക്ഷേപ സംഗമത്തിലൂടെ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ താൽപ്പര്യ പത്രമാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. അവ യാഥാർത്ഥ്യമാക്കാനുള്ള തുടർ നടപടിക്ക് ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒരുപാട് ബഹുരാഷ്ട്ര കമ്പനികൾ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളമാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ നാട്. നമ്മുടെ കേരളമാണ് ഏറ്റവും കുറവ് വിലക്കയറ്റമുള്ള നാട്. ഇതെല്ലാം NSOയുടെ തന്നെ കണക്കാണ്. എന്തുകൊണ്ടാണ് ഇത്തരമൊരവസ്ഥ? നമ്മൾ പൊതുവിതരണ രംഗത്ത് നല്ല രീതിയിൽ ഇടപെടുകയാണ്. പൊതുവിതരണ രംഗത്ത് കഴിഞ്ഞ LDF സർക്കാർ 10,697 കോടി രൂപയാണ് മാറ്റിവെച്ചിരുന്നത്. ഇപ്പോൾ 2024 വരെ 14,000 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചു. 4.25 ലക്ഷത്തോളം മുൻഗണനാ കാർഡുകളും നല്ല രീതിയിൽ ലഭ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ പൊതുജന രംഗം ശക്തിപ്പെട്ട സംസ്ഥാനമായിട്ടാണ് കേരളം നിലനിൽക്കുന്നത്. ഇവിടെ ലൈഫ് മിഷൻ്റെ ഭാഗമായി 4.5 ലക്ഷത്തിലധികം വീടുകളാണ് നമുക്കിപ്പോൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് 5 ലക്ഷത്തിലേക്ക് ഏതാനും നാളുകൾ കൊണ്ട് എത്താൻ പോവുകയാണ്. കഴിഞ്ഞ 9 വർഷമെടുത്താൽ പട്ടയം 3.25 ലക്ഷത്തോളം പട്ടയം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അതിദാരിദ്ര്യം ഈ നവംബർ 1 പൂർണ്ണമായും അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനമായി നമ്മുടെ രാജ്യത്ത് കേരളത്തെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഈ തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ വലിയ തോതിലുള്ള ശേഷിയാണ് ആർജിക്കുന്നത്. കേരളയും MGയും A++ ഗ്രേഡ് നേടി. കൊച്ചിയും കാലടിയും A+ ഗ്രേഡ് നേടി. പല കോളേജുകൾ NIRF പട്ടികയിൽ നല്ല രീതിയിൽ അംഗീകാരം നേടിക്കഴിഞ്ഞു. നാം ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കാൻ പലതരത്തിലുള്ള ഇടപെടലുകൾ, നവകേരള ഫെലോഷിപ്പ്, കൈരളി റിസർച്ച് അവാർഡുകൾ തുടങ്ങിയവയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക രംഗത്തെ അഭിവൃദ്ധി നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. 2016 വെറും 2% വളർച്ചാ നിരക്ക് മാത്രമാണ് കാർഷിക രംഗത്തുണ്ടായിരുന്നത്. അത് ഇരട്ടിയിലധികമായി ഇപ്പോൾ 4.64%. നെൽകൃഷി 1,70,000 ഹെക്ടർ സ്ഥലത്താണ് 2016 ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 2,23,000 ഹെക്ടർ സ്ഥലത്തേക്ക് മാറ്റാൻ, വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. കഴിഞ്ഞ 2 വർഷം എടുത്താൽ തന്നെ 8,268 ഹെക്ടറിൽ നെൽകൃഷി പുതുതായി ആരംഭിച്ചു. നെല്ലിൻ്റെ ഉൽപ്പാദനക്ഷമത ഹെക്ടറിന് 4.56 ടണ്ണായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. നമ്മൾ നെൽവയലിന് 1 ഹെക്ടറിന് 3,000 രൂപ റോയൽറ്റി നൽകുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 14,498 ഹെക്ടർ നെൽവയലുകൾക്ക് റോയൽറ്റി ലഭ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ രംഗവും എടുത്ത് ഞാൻ പറയുകയല്ല. ഇങ്ങനെയാണ് മാറ്റങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ടല്ലോ എന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നാം ഒരു യാത്രയിലാണ്. നവകേരളം എന്നത് ഒരു സങ്കല്പമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്ത് യാഥാർത്ഥ്യമാക്കേണ്ട ഒന്നാണ്. ആ വഴിക്കാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ നിങ്ങളേവരുടെയും സഹായവും സഹകരണവും ഇതേവരെ ഉണ്ടായിട്ടുണ്ട്. ഇനിയും നിർലോഭം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.